നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ നിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഓക്സിജൻ സഹായം അഫാന് നൽകുന്നുണ്ട്. പേര് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട്. വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. അതായത് പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട്, അതനുസരിച്ച് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പായതോടെയാണ് പ്രതിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത്. എന്നാൽ പൂർണ്ണമായ അപകടനില തരണം ചെയ്യാനായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല രക്തയോട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ തലച്ചോറിൽ സാരമായ ക്ഷതങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്രമമായ ഇടവേളകളിൽ MRI സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിലെ സ്ഥിതി വിലയിരുത്തുന്നുണ്ട്. ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ, ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായി തരണം ചെയ്യുക. തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കാലം കിടപ്പ് രോഗിയായി തുടരേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രായം കുറവാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ, പരിചരണം കിട്ടിയാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് പ്രായം കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതി, അതായത് ഭേദമാക്കാൻ തരത്തിലുള്ള ആരോഗ്യസ്ഥിതി ഉണ്ട് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഞായറാഴ്ചയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ടോയ്ലറ്റിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. TV കാണാൻ സെല്ലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന ആവശ്യം അഫാൻ മുന്നോട്ട് വെച്ചു. അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റാരും കാണാതെ കൈക്കലാക്കി ടോയ്ലറ്റിന്റെ ജനലിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു. ശരീരഭാരം ഉള്ളതുകൊണ്ട് തന്നെ കുരുക്ക് പെട്ടെന്ന് മുറുകി ഗുരുതരാവസ്ഥയിലാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആരോഗ്യസ്ഥിതിയിൽ ഒരു നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെൻട്രൽ ജയിലിലെ UTB ബ്ലോക്കിലാണ് അഫാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. തലച്ചോറിനും ഹൃദയത്തിന് സാരമായ ക്ഷതമാണ് ഏറ്റത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ 3 തവണ അപസ്മാരമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. കാരണം ഇത്രയും നേരത്തെ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ച ഒരു പ്രതിയാണ് അഫാൻ. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അപ്പോൾ അത്രയും സുരക്ഷ, അത്രയും ഒരു നിരീക്ഷണമൊക്കെ നൽകേണ്ടിയിരുന്ന പ്രതിയാണ് അഫാൻ. പക്ഷേ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതീവ ജാഗ്രത വേണം അഫാന്റെ കാര്യത്തിൽ എന്ന പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടും സംഭവ ദിവസം കൃത്യമായ സുരക്ഷ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. സഹോദരനെയും പെൺസുഹൃത്തിനെയും അടക്കം 5 പേരെയാണ് പ്രതി കൂട്ടക്കൊല ചെയ്തത്. കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ശുചിമുറിയിൽ നിന്ന് ശബ്ദം കേട്ടെത്തിയ വാർഡനാണ് ഇത് കണ്ടത്. 11:20 മെഡിക്കൽ കോളേജിൽ അഫാൻ എത്തിച്ചത്. കഴുത്തിൽ കൃത്യമായി കുരുക്ക് മുറുകി, അതുകൊണ്ട് തന്നെ ബോധം നശിച്ച അവസ്ഥയിലായിരുന്നു. ഇടയ്ക്കിടെ അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നതും ചികിത്സയെ ബാധിച്ചിരുന്നു. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 2 കുറ്റപത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് 2ാമത്തെ കുറ്റപത്രമായിരുന്നു. കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് അന്വേഷിച്ച കിളിമാനൂർ CI B. ജയനാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 543 പേജുകളിലായാണ് കുറ്റപത്രം. 110 സാക്ഷികളും 116 തൊണ്ടി മുതലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള 70 ഡിജിറ്റൽ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അഫാന് കൊല്ലപ്പെട്ട ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫാന്റെ മാതാവിൽ നിന്നും ചിട്ടിത്തുകയായി കിട്ടാനുള്ള പണം തിരികെ ചോദിച്ചതാണ് പ്രധാന വൈരാഗ്യത്തിനുള്ള കാരണം. വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി മൊഴിയുണ്ട്. അഫാനും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാതെ കുറ്റപ്പെടുത്തിയതും വൈരാഗ്യത്തിന് കാരണമായി. പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം അബ്ദുൾ ലത്തീഫ് എതിർത്തതും കൊലയ്ക്ക് കാരണമായെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം പാങ്ങോട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസും ഉടൻ സമർപ്പിക്കും. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ 3 പോലീസ് സ്റ്റേഷനിലായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് അഫാന്റെ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും, അതുപോലെ തന്നെ പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും, പെൺസുഹൃത്തിനെയും
സഹോദരനെ കൊലപ്പെടുത്തിയ കേസിലും അതുപോലെ തന്നെ മാതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ വെഞ്ഞാറമൂട് പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പോലീസ് സ്റ്റേഷനുകളും കസ്റ്റഡി വാങ്ങിച്ച് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. ഇനി കുറ്റപത്രം സമർപ്പിക്കൽ എന്ന നിർണായക ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അബ്ദുൾ ലത്തീഫിൻ്റെ ഭാര്യയുടെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചു. ഇനി സഹോദരനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലും മാത്രമല്ല മാതാവിനെ ആക്രമിച്ച കേസിലും കുറ്റപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 48 മണിക്കൂറിലധികമാണ് വെന്റിലേറ്ററിന്റെ സഹായത്തിൽ അഫാൻ കഴിഞ്ഞത്. അപകടനില തരണം ചെയ്തെന്ന് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനിടെയാണ് തലക്കേറ്റ ക്ഷതം ഗുരുതരമാണ്, ദീർഘനാളത്തെ ചികിത്സ വേണ്ടിവരും എന്നതടക്കമുള്ള ഒരു കാര്യമാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അഫാൻ ഈ ഒരു അവസ്ഥ കേസ് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ കൂട്ടക്കൊലപാതകത്തിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച പിറ്റേ ദിവസമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നതും ശ്രദ്ധേയം. പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെതിരെ പാങ്ങോട് പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 450 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളും 40 തൊണ്ടി മുതലുകളുമാണുള്ളത്. സൽമാ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുമുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം. കുടുംബം കടബാധിതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല. ഇവരുടെ കൈവശം 2 സ്വർണ്ണമാല ഉണ്ടായിരുന്നു. പിന്നീട് ഒന്ന് കാണാതായി. ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെ വൈരാഗ്യം തോന്നി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഫാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇനി ബാക്കിയുള്ള കേസുകളിൽ കൂടി വെഞ്ഞാറമൂട് പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഒരു നാടിനെ നടുക്കിയ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഒരു നീക്കം തന്നെയായിരുന്നു. എന്തായാലും അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.